നമസ്കാരം. ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് മുണ്ടക്കയിൽ എത്തി നടൻ മോഹൻലാൽ. ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക വേഷത്തിലാണ് സ്ഥലം സന്ദർശിക്കാനെത്തിയത്. ദുരന്തബാധിതരെ സന്ദർശിച്ച അദ്ദേഹം ദുരന്തഭൂമിയായ മുണ്ടക്കയിലേക്ക് തിരിക്കുകയായിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയത്. ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിതരെ കാണാനെത്തുന്നത്. ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ മുണ്ടക്കയിലും എത്തി. സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര. രക്ഷാപ്രവർത്തകർക്ക് ഊർജമേകുക എന്നതാണ് ലാലിന്റെ മുഖ്യ ലക്ഷ്യം. സൈന്യം കേരളത്തിൽ നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാദൗത്യമാണ് മുണ്ടക്കയിൽ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ സേനയുടെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാൾ കൂടിയായ ലാൽ എത്തിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടും. സൈനിക നേതൃത്വത്തോട് ലാൽ കാര്യങ്ങൾ തിരക്കി. കൂടിയാലോചനകളും ഉണ്ടായി. അതിനുശേഷമാണ് ദുരന്തബാധിത സ്ഥലത്തേക്ക് പോയത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ 25 ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു. 2018 ഉണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകുകയുണ്ടായി. ദുരന്ത പുനരധിവാസത്തിന്റെ പ്രത്യേകതകൾ അടക്കം ലാൽ മനസ്സിലാക്കും. അച്ഛൻ പേരിലുള്ള സന്നദ്ധ സഹായ സംഘടനയിലൂടെ മുണ്ടക്കൈയും ചൂരൽമലയിലും കൂടുതൽ സഹായം ലാൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യം ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമായിരുന്നു താരം ദുരന്തബാധിതരെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ 25 ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു. ദുരന്തത്തിന് ശേഷം ഓഗസ്റ്റ് 1 വൈകാരികമായ കുറിപ്പും ലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. വയനാട് ദുരന്തബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന് എൻ്റെ 122 ഇൻഫാൻട്രി ബറ്റാലിയൻ TA മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മൾ മുൻപും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഓർമ്മയുടെ കരുത്ത് കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ കോഴിക്കോട് നിന്ന് റോഡ് മാർഗമാണ് വയനാട്ടിൽ എത്തുന്നത്. ടെറിട്ടോറിയൽ ആർമിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ലാലിന്റെ വയനാട് സന്ദർശനം. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പാടി എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു. ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന് എൻ്റെ 122 ഇൻഫാൻട്രി ബറ്റാലിയൻ TA മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് മോഹൻലാൽ നന്ദി അറിയിക്കുകയും ഉണ്ടായി.